ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലെ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിലും അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാകുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം വരും തെരഞ്ഞെടുപ്പുകളിൽ പ്രയോജനപ്പെടുത്തി കേരളത്തിൽ സജീവമാകാനാണ് ബി.ജെ.പിയുടെ നീക്കം. പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളായിരിക്കും ബി.ജെ.പിയുടെ ആദ്യത്തെ രാഷ്ട്രീയ ലാബ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരമാണ് ബി.ജെ.പി ലക്ഷ്യമിട്ടിരിക്കുന്നത്. പാലക്കാട് ബി.ജെ.പിക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലമായതിനാൽ എങ്ങനെയും കളം പിടിക്കുക എന്നതാണ് ലക്ഷ്യം. അതിനായി കളത്തിലിറക്കുക അത്രയും കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും. പിന്നിട്ട വഴികളെല്ലാം തന്നെ വോട്ട് നില ഉയർത്തിയ ബി.ജെ.പി നേതാവായ ശോഭാ സുരേന്ദ്രന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. കരുത്ത് എന്നതിലപ്പുറം ബി.ജെ.പിക്ക് വോട്ട് നില ഉയർത്താൻ സഹായിച്ച വ്യക്തി കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ കളത്തിലിറക്കാൻ സാധ്യത ഏറെയാണ്. എന്നാൽ ശോഭാ സുരേന്ദ്രന്റെ പേര് സംസ്ഥാന നേതൃത്വത്തിലേക്കും ഉയർന്നു വരുന്നതിനാൽ പാലക്കാട് മത്സരിക്കും എന്ന് തീർത്തു പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദന്റെ പേരും ഉയർന്നു തന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ പരിഗണനാ പട്ടികയിൽ പത്മജ വേണുഗോപാലും സി കൃഷ്ണകുമാറും ഇടം പിടിച്ചിട്ടുണ്ട്. അടുത്തയാഴ്ച ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. സംഘടനാ തലത്തിൽ മാറ്റങ്ങൾക്ക് ഏറെ സാധ്യതയുമുണ്ട്. സംസ്ഥാന സെക്രട്ടറി ജോർജ് കുര്യന് പകരക്കാരനെ കണ്ടെത്തേണ്ടതുണ്ട്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് കെ സുരേന്ദ്രൻ തുടരുമെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷം. ഒരു എം.പിയെയും 20% വോട്ടും നേടിക്കൊടുത്ത കെ സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിൽ തുടരാൻ പാർട്ടി നേതൃത്വം സമ്മതം മൂളുമെന്നാണ് നേതാക്കളുടെ വിശ്വാസം. കേരളത്തിൽ നേതൃമാറ്റമുണ്ടായാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെയോ എം.ടി രമേശിനെയോ പരിഗണിച്ചേക്കും. വി മുരളീധരൻ അധ്യക്ഷ പദവിയിലേക്ക് തിരിച്ചെത്താനും സാധ്യത ഏറെയാണ്. ഇവരെ സംസ്ഥാന തലത്തിൽ പരിഗണിക്കാൻ കഴിയാതെ വന്നാൽ ദേശീയ തലത്തിൽ മികച്ച പദവികൾ നൽകും. ബി.ജെ.പിയുടെ സി ക്ലാസ് മണ്ഡലമായ ആലപ്പുഴയിൽ മത്സരിച്ച് എ ക്ലാസ് ആയി ഉയർത്തിയ ശോഭാ സുരേന്ദ്രനെ ദേശീയ നേതൃത്വത്തിന്റെ പ്രിയങ്കരിയാക്കിയിട്ടുണ്ട്. നേരത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തെയും എ ക്ലാസ് ആയി ഉയർത്തിയത് ശോഭ തന്നെയായിരുന്നു. കെ സുരേന്ദ്രൻ അധ്യക്ഷനാകുന്ന സമയത്ത് പി.കെ. കൃഷ്ണദാസ് പക്ഷം മുന്നോട്ട് വെച്ച പേരായിരുന്നു എം.ടി രമേശിന്റേത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ അപ്രതീക്ഷിത മുന്നേറ്റമുണ്ടാക്കിയ അമ്പരപ്പ് ഇരു മുന്നണികൾക്കും വിട്ടുമാറിയിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 17.22% എൻ.ഡി.എയുടെ വോട്ട് വിഹിതം ശോഭാ സുരേന്ദ്രൻ 28.3 ആക്കി ഉയർത്തി. അതോടെ സംസ്ഥാനത്ത് എൻ.ഡി.എ വോട്ട് വിഹിതം ഏറ്റവും കൂടിയ മണ്ഡലമായി ആലപ്പുഴ. എൻ.ഡി.എയുടെ മുന്നേറ്റത്തിൽ ഏറ്റവും വലിയ ആഘാതമേറ്റത് എൽ.ഡി.എഫിനാണ്. എൽ.ഡി.എഫിന്റെ വോട്ട് കുറഞ്ഞത് 8.7%. വിജയിച്ചെങ്കിലും യു.ഡി.എഫിന്റെ വോട്ട് വിഹിതത്തിലും 1.74% കുറവുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടാക്കിയ ധ്രുവീകരണത്തിൽ ബി.ജെ.പി വോട്ടുകൾ കുത്തനെ ഉയർന്നിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ 4.31 ആയിരുന്നു വോട്ട് വിഹിതം. കഴിഞ്ഞ വർഷം 17.22 ആയി. 12.91% വർധനവ്. എന്നാൽ ഇത്തവണ അത്തരമൊരു സാഹചര്യം ഇല്ലാതിരുന്നിട്ടും ശോഭാ സുരേന്ദ്രൻ 3 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടി. 2 നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ.ഡി.എഫിനെ പിന്തള്ളി രണ്ടാമതുമെത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ചിട്ടയെ നടത്തിയ പ്രവർത്തനങ്ങൾക്കൊപ്പം ശോഭാ സുരേന്ദ്രന്റെ വരവും തീരദേശം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും സാഹചര്യം കൂടുതൽ അനുകൂലമാക്കി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും 19 ആറ്റിങ്ങലും സമാനമായി പ്രകടനം നടത്തി മുന്നണികളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ശോഭ. 2009 ബി.ജെ.പി 68,804 വോട്ട് നേടിയ പാലക്കാട് മണ്ഡലത്തിൽ 2014 ശോഭ നേടിയത് 1,57,553 വോട്ടാണ്. 2014 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 90,528 വോട്ട് മാത്രം നേടിയ ആറ്റിങ്ങലിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശോഭ നേടിയത് 2,48,081 വോട്ടുകളാണ്. ആലപ്പുഴയിലെ വോട്ട് വിഹിതം 10 വർഷത്തിനിടെ 28.3% ഉയർന്നത് എൻ.ഡി.എ നേതൃത്വം പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. എൽ.ഡി.എഫിനും യു.ഡി.എഫിനും സ്ഥിരമായി വോട്ട് ചെയ്തിരുന്നവരാണ് ഇത്തവണ തനിക്ക് വോട്ട് ചെയ്തതെന്ന് ശോഭ തന്നെ പറയുന്നുണ്ട്. പ്രചാരണം കൂടുതൽ കേന്ദ്രീകരിച്ചത് ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി, അമ്പലപ്പുഴ എന്നീ മേഖലകളിലാണ്. അത് വോട്ടിലും പ്രതിഫലിച്ചിരുന്നു. ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടരുമെന്നും ശോഭ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നതാണ്.